ഹായ് നമസ്കാരം, വെൽക്കം ബാക്ക് ടു സനാസ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അധികം ആരും കാണാത്തതും ചെയ്തു നോക്കാത്തതുമായ ഒരു റെസിപ്പിയാണ്. നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ചില ദോഷങ്ങൾക്ക് പരിഹാരം തരുന്ന, അതേപോലെ നല്ല ഗുണങ്ങളുള്ള പനിക്കൂർക്ക ഇല വെച്ചാണ് ഞാൻ ഇന്ന് ഒരു ചമ്മന്തി ഉണ്ടാക്കി നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് അത് തയ്യാറാക്കുന്നതെന്ന് അറിയണ്ടേ? എന്നാൽ പിന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. വർഷങ്ങളായി ഞാൻ ഗുജറാത്തിലെ വീട്ടിൽ വളർത്തുന്ന ഏക ചെടിയാണ് പനിക്കൂർക്കയില. കാരണം വീട് മാറ്റവും സ്ഥലം മാറ്റവും ഒക്കെ കൊണ്ട് എനിക്ക് മറ്റ് ചെടികളൊന്നും വളർത്താൻ പറ്റുന്നില്ല. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ ഏകദേശം ഒരു 20ഓളം ഇല പറിച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി തുടച്ചെടുത്തതാണ്. ഇനി ഈ ഇലകളെ ഇവിടെ കാണുന്ന പോലെ കുറച്ച് അധികം അടുക്കിയെടുത്തിട്ട് അരിഞ്ഞെടുക്കാം. തീരെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല. 2-3 കഷ്ണങ്ങളായിട്ട് മുറിഞ്ഞു വരുന്ന രീതിയിൽ അരിഞ്ഞെടുത്താൽ മതി. ഇല അധികം വലിപ്പമുള്ളതൊന്നുമല്ല, മീഡിയം സൈസ്ഡ് ഇലയാണ്. ഈ പനിക്കൂർക്കയിലെ പല പേരുകളിൽ ഇന്ത്യയിൽ അറിയപ്പെടുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ ഇതിനെ നവരയില, കർപ്പൂരവല്ലി, അങ്ങനെ വേറെയും പല പേരുകളുണ്ട്. പലതും ഓർമ്മിച്ചെടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവിടെ നവരയില അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇത് അടുത്ത പ്രോസസ്സിലേക്ക് പോകാം. ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് കുറച്ച് സാധനങ്ങൾ വഴറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഇതിലേക്കായിട്ട് ഒരു കടായി മീഡിയം ഫ്ലെയിമിൽ സ്റ്റവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉഴുന്ന്, അതുപോലെ 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ഇട്ട് കൊടുത്ത് 1 മിനിറ്റ് ഒന്ന് വറുത്തതിന് ശേഷം ഇതിലേക്ക് 1/2 സ്പൂൺ ജീരകം, 2-3 പച്ചമുളകിൻ്റെ കഷ്ണങ്ങൾ, 2 ടേബിൾ സ്പൂൺ സവാള കഷ്ണങ്ങൾ, 1/2 സ്പൂൺ ഇഞ്ചി ഇവയും ചേർത്ത് കൊടുത്തിട്ട് 3 മിനിറ്റോളം ഒന്ന് വഴറ്റണം. ഇത് കൂടുതൽ ബ്രൗണൊന്നും ആക്കണ്ട, ഒന്ന് വഴന്ന് കിട്ടിയാൽ മതി. ചേർത്ത് കൊടുത്ത സവാളയുടെ കഷ്ണങ്ങൾ നല്ല വെന്ത് ഒന്ന് സോഫ്റ്റായി കളർ മാറുന്ന വിധം മാത്രം മതി. ഇവിടെ പാകത്തിന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നേരത്തെ അരിഞ്ഞു വെച്ച പനിക്കൂർക്ക ഇലയാണ്. ഇതും അധിക സമയമൊന്നും വഴറ്റിയെടുക്കേണ്ട, ഒരു 2 മിനിറ്റ് മാത്രം മതി. അതിനുള്ളിൽ തന്നെ ഇത് നല്ല വെന്ത് പാകമായി വരും. ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ, ഞാൻ ഉള്ളിക്ക് പകരമാണ് സവാള ചേർത്തത്. ഉള്ളി തീർന്നത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു 5-6 ഉള്ളി ചേർത്താൽ മാത്രം മതി. അതാണ് ഗുണവും രുചിയും നൽകുന്നത്. 2 മിനിറ്റ് കൊണ്ട് തന്നെ നവരയില നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് തണുത്തതിന് ശേഷം ഒരു ചെറിയ മിക്സർ ജാറിലേക്ക് മാറ്റാം. കൂടെ ഒരു കാര്യവും ഓർമ്മിപ്പിക്കുകയാണ്, വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വീഡിയോ ഷെയർ ചെയ്യാനും. വഴറ്റിയെടുത്തതെല്ലാം മിക്സർ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. ഈ ചമ്മന്തിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് 1/2 മുറി തേങ്ങ ഞാൻ ചിരകി വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ചാണ് ജാറിലേക്ക് മാറ്റിയത്. ആദ്യം അരച്ചെടുത്തത് ശരിക്കും അരഞ്ഞിട്ടില്ല. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നന്നായിട്ടെന്ന് പറഞ്ഞാൽ ചമ്മന്തി പാകത്തിനാണ്. ഇവിടെ നല്ല പാകത്തിന് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു ബൗളിലേക്ക് മാറ്റാം. എന്നിട്ട് ബാക്കി കുറച്ച് തേങ്ങ വന്നിട്ടുണ്ട്. അതും ഈ മിക്സർ ജാറിലേക്ക് മാറ്റി അരച്ചെടുക്കാം. ഇനി അരച്ചെടുത്ത തേങ്ങയെ നേരത്തെ മാറ്റി വെച്ച ചമ്മന്തി കൂട്ടിലേക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി ചട്നിക്ക് വേണ്ടിയിട്ട് കുറച്ച് കടുക് താളിക്കാനുണ്ട്. അതിൽ ഞാനിവിടെ നെയ്യാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് അതിന് പകരം ഓയിലെടുക്കാം. ഒരു ചെറിയ സ്പൂൺ നെയ്യിട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് 1/2 സ്പൂൺ കടുകും 2-3 ഉണക്കമുളക് പൊട്ടിച്ചിട്ടതും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കടുകിന് താളിക്കും പോലെ നന്നായിട്ട് വറുത്തെടുത്ത് ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട്. മാറ്റി വെച്ചതിന് ശേഷം ഇനി അതേ കടായിൽ തന്നെയാണ് ഞാൻ ചട്നി ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് എല്ലാം ചെയ്യാൻ ഞാൻ ഒരു കടായി മാത്രമേ എടുത്തുള്ളൂ. ലോ ഫ്ലെയിമിൽ വെച്ച കടായിലേക്ക് ചമ്മന്തിക്കൂട്ട് പകരാം. അതിനുശേഷം 2 ചെറിയ ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ കട്ടി വേണ്ടത് അതിനനുസരിച്ച് ചമ്മന്തിയിൽ വെള്ളം ചേർക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് ഒരു ചെറിയ തിള വരുമ്പോഴത്തേക്കും ഫ്ലെയിം ഓഫ് ചെയ്യണം. ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പേ തന്നെ പകുതി നാരങ്ങ പിഴിഞ്ഞ ജ്യൂസും ചേർത്ത് കൊടുക്കണം. നാരങ്ങ നീര് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതധികം ചൂടാക്കാൻ പാടില്ല, കടുത്തു പോവും. ചമ്മന്തിക്കൊരു ചെറിയൊരു പുളിയും രുചിയും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ ചമ്മന്തിയെ ഒരു ബൗളിലേക്ക് പകർന്നതിന് ശേഷം കടുക് താളിച്ച് വെച്ചിരിക്കുന്നത്
ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ നവരയില ചട്നി ഇഷ്ടമായെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ. കാരണം ഇത് രുചിയിൽ യാതൊരു വ്യത്യാസവുമില്ല, അതുപോലെ തന്നെ ഗുണകരവുമാണ്. നമ്മുടെ ശരീരത്തിലുള്ള കഫദോഷങ്ങളെ ഇല്ലാതാക്കാനും കൂടാതെ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്കും പരിഹാരം തരാനും പിന്നെ ക്യാൻസറിനെ പ്രതിരോധിക്കുന്ന ഒരു അത്ഭുത ഇലയും കൂടിയാണ് ഈ നവരയില. അപ്പോൾ വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് നിങ്ങളുടെ സപ്പോർട്ടും പ്രതീക്ഷിക്കുകയാണ്. ഇനി ഒരു പുതിയ വീഡിയോ വരുന്നവരെ എല്ലാവരോടും സ്നേഹത്തോടെ ബൈ.